അർജുൻ കല്യാടിലേക്ക്. അർജുൻ, ഇപ്പോൾ ഷാജിയുടെ മരണത്തിൽ അന്വേഷണം വേണമെന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത് CPM എന്ന് മനസ്സിലാക്കുന്നു. പി കെ ശ്രീമതിയുടെ വാക്കുകളിൽ അത് വ്യക്തമാണ്. KPCC പ്രസിഡന്റിന് ഒരു മറുപടി നൽകുക കൂടിയാണ് പി കെ ശ്രീമതി. തീർച്ചയായിട്ടും വിനീത, അതായത് അന്വേഷണം നടക്കട്ടെ, അതിനുശേഷം മാത്രം എന്തെങ്കിലും തരത്തിലൊരു നിഗമനത്തിലേക്ക് എത്തിയാൽ മതി. ഇതിലൊരു പക്വതയോടുകൂടിയുള്ള ഇടപെടലാണ് എല്ലാവരും നടത്തേണ്ടത് എന്നുള്ള കാര്യമാണ് CPM നേതാവായിട്ടുള്ള PK ശ്രീമതി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ തന്നെ കണ്ണൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയും KPCC പ്രസിഡന്റ് കൂടിയായിട്ടുള്ള K സുധാകരൻ ഈ മരിച്ചിട്ടുള്ള ഷാജിയുടെ വീട് സന്ദർശിച്ചിരുന്നു. അതിനുശേഷം SFI നടത്തിയിട്ടുള്ള ഒരു കൊലപാതകമാണ് എന്നുള്ള വലിയ തോതിലുള്ള ഒരു വിമർശനമാണ് KPCC അധ്യക്ഷൻ K സുധാകരൻ്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിലുണ്ടായത്. അതിനുള്ളൊരു മറുപടി എന്നോണമാണ് PK ശ്രീമതി ഈ വീട് സന്ദർശിക്കുകയും അതിനുശേഷം നടത്തിയിട്ടുള്ള പ്രതികരണവും. എന്തിനും ഏതിനും SFIയെ കുറ്റപ്പെടുത്തുന്ന ഒരു രീതി ശരിയല്ല. കൃത്യമായ രീതിയിൽ അന്വേഷണം നടക്കട്ടെ, പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്നുള്ള ഒരു നിഗമനത്തിലേക്ക്, അതിനുശേഷം മാത്രം ഒരു നിഗമനത്തിലേക്ക് എത്തിയാൽ മതി എന്നുള്ള കാര്യമാണ് PK ശ്രീമതി വ്യക്തമാക്കുകയും ചെയ്തത്. എന്തായാലും ഇതിനകത്ത് പ്രധാനമായും പരിശോധിക്കപ്പെടേണ്ടത് ഇതിൻ്റെ കുടുംബവും അതുപോലെ തന്നെ ആത്മഹത്യാക്കുറിപ്പിലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളവർ ദൈവം രക്ഷിക്കട്ടെ എന്നുള്ള കാര്യം ആത്മഹത്യാക്കുറിപ്പിലും, അതിന് പുറമെ കുടുംബം പറയുന്നത് ഇതിൻ്റെ പിന്നിൽ ചില കളികൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കുടുംബവും പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ അത്തരത്തിലുള്ള പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളോ അല്ലെങ്കിൽ സംശയിക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യവും കൂടുതൽ വിശദമായ രീതിയിൽ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ഇതിനകത്ത് ഇനി ഗൂഢാലോചന ഈ ഷാജിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഷാജിയെ ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിൽ കുടുക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ടോ എന്നുള്ള അന്വേഷണവുമാണ് ഇനി നടക്കേണ്ടത്. അത്തരത്തിലുള്ള പരിശോധന നടത്തണമെന്ന് തന്നെയാണ് കുടുംബത്തിൻ്റെ ആവശ്യവുമായി കുടുംബം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷാജിയുടെ മൃതദേഹം ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുകയാണ്. നാളെ രാവിലെ 8 മണിക്ക് വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം നാളെ പയ്യാമ്പലത്ത് വെച്ചാണ് സംസ്കാരം തീരുമാനിച്ചിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിലെ എന്തെങ്കിലും തരത്തിലുള്ള നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ് പരിശോധിക്കുന്നത് വിനീത.